എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2, 5 ആൻഡ് 10. ഏറ്റവും എളുപ്പത്തിൽ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം 2 കൊണ്ട് ഡിവിസിബിൾ ആണോ, 5 കൊണ്ട് ഡിവിസിബിൾ ആണോ, അതോ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ആദ്യമായി നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 നോക്കാം. അതായത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആണെങ്കിൽ ഈ നമ്പർ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. അതായത് തന്നിരിക്കുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. 6578 ഇതെന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 6578 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ 56,233. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ, 3 ആണ്. അതായത് ഇതൊരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഒരു നമ്പറിൻ്റെ എന്തുമാത്രം നോക്കിയാൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, അത് 0 ആണോ 2 ആണോ 4 ആണോ 6 ആണോ 8 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അടുത്തതായി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 നോക്കാം. 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തത്, ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. അത് ഒന്നുകിൽ 0യോ അല്ലെങ്കിൽ 5ഓ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ കൂടെ നോക്കൂ, നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 കൃത്യമായി മനസ്സിലാക്കാം. അടുത്തതായി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 10. ഇത് വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് എപ്പോഴൊക്കെ 0 ആവുന്നോ അപ്പോഴൊക്കെ ആ നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. ആദ്യത്തെ നമ്പർ അതായത് 3,26,710 എന്ന് പറയുന്ന നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ, 0 ആണ്. അതുപോലെ തന്നെ അടുത്ത നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് നോക്കൂ, 0 അല്ല 9 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, അത് 10 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല എന്ന് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് 2 കൊണ്ടും 5 കൊണ്ടും 10 കൊണ്ടും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആണെന്നുണ്ടെങ്കിൽ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 5ഓ ആണെങ്കിൽ അത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. എല്ലാവർക്കും അപ്പോൾ 2ഉം 5ഉം 10ഉം കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.